ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വളരെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ മാർക്കറ്റിലേക്ക് വീണ്ടും പോവുകയാണ്. നാളെ ഏപ്രിൽ 21 വളരെ പ്രധാനപ്പെട്ട ഒരാഴ്ച ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും റിസൾട്ടുകൾ വരുന്ന ആഴ്ച കൂടിയാണ്. ഏതായാലും വളരെ ശക്തമായിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് വ്യാഴാഴ്ച നമുക്ക് മാർക്കറ്റ് നൽകിയത്. വെള്ളിയാഴ്ചയും അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച തിങ്കളാഴ്ചയും നമുക്ക് മാർക്കറ്റ് അവധിയായിരുന്നു. അതുകൊണ്ട് തന്നെ 3 ദിവസം മാത്രമാണ് ഇന്ത്യൻ മാർക്കറ്റ് ട്രേഡിങ്ങിനായിട്ടുണ്ടായിരുന്നത്. വളരെ ശക്തമായിട്ടുള്ളൊരു ക്ലോസിംഗ് ആണ് വലിയ വ്യാഴാഴ്ചയോട് കൂടി ഇന്ത്യൻ മാർക്കറ്റ് നൽകിയിരിക്കുന്നത്. നമുക്ക് മന്ത്ലി ചാർട്ടൊക്കെ നിഫ്റ്റിയുടെ നോക്കിക്കഴിഞ്ഞാൽ 2 മാസത്തെ മുകളിലാണ്, അല്ലെങ്കിൽ 2 മാസത്തെ ക്ലോസിങ്ങിന് മുകളിലാണ് നമുക്ക് വെള്ളിയാഴ്ച ക്ലോസിംഗ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 200 ദിവസത്തെ മൂവിംഗ് ആവറേജിന് മുകളിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഔട്ട്ലുക്ക് നിഫ്റ്റിക്ക് നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. അതേസമയം ചൈന US ട്രേഡ് വാറുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് 90 ദിവസത്തെ ടാരിഫിന് വിട നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ചൈനയുമായിട്ടുള്ള ടോക്ക് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു നയതന്ത്ര തലത്തിൽ വളരെ നല്ല രീതിയിലുള്ള ചർച്ചക്ക് സാധ്യതയുണ്ട് എന്നുള്ള വാർത്തയാണ് ഒരു തരത്തിൽ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടും അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റുകളെ സംബന്ധിച്ചിട്ടും മുന്നോട്ട് പോകാനുള്ള ഒരു ഫ്യൂവലായിട്ട് നിന്നത്. അതുപോലെ വെള്ളിയാഴ്ച ഗ്ലോബൽ മാർക്കറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ വ്യാഴാഴ്ചത്തെ ഡോ ജോൺസിൻ്റെ ക്ലോസിങ്ങും 527 പോയിൻ്റ് ഡൗൺ സൈഡിലാണ്. അതിന് യൂറോപ്യൻ മാർക്കറ്റുകളും നിഫ്റ്റി 95 പോയിൻ്റ് നേട്ടത്തോടു കൂടിയാണ് ഏപ്രിൽ 19 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗോൾഡിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള സെല്ലിംഗ് കഴിഞ്ഞ ആഴ്ച അപ്സൈഡ് വന്നു. 95,000 എന്ന് പറയുന്ന 10 ഗ്രാം ഗോൾഡിന് 95,000 രൂപ എന്ന് പറയുന്ന മാർക്ക് കടക്കുകയുണ്ടായി. ഏതായാലും ക്രൂഡ് നേരിയ വർധനവോട് കൂടിയാണ് അന്താരാഷ്ട്ര വിപണിയിൽ വ്യാഴാഴ്ച ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. $64 ഒരു ഗ്ലോബൽ മിക്സ്ഡ് ക്യൂ ആണ്. നേരെ മറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ക്യൂസുകൾ അല്ലെങ്കിൽ ട്വീറ്റുകളോ മറ്റോ വന്നു കഴിഞ്ഞാൽ ചൈനയുമായിട്ടുള്ള ഈ പറയുന്ന ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്ന ടോക്കിന് US നിന്നും താല്പര്യം കുറയുകയോ, അല്ലെങ്കിൽ ചൈന ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് കമൻറ്റുകളുമായിട്ട് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വോളറ്റിലിറ്റി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഏതായാലും വ്യാഴാഴ്ചത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു പോസിറ്റീവ് ടെറിട്ടറിയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു വേണം സംസാരിക്കാൻ. 23,851 എന്ന് പറയുന്ന ഒരു ക്ലോസിംഗ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അടുത്ത ഒരു ഇമ്മീഡിയറ്റ് ടാർഗറ്റ് നമുക്ക് നിഫ്റ്റിക്ക് പറയാനുള്ളത് 24,000 മുതൽ 24,100 വരെ തന്നെയാണ്. സോ 24,000 to 24,100 ഒരു വളരെ ശക്തമായിട്ടുള്ള റെസിസ്റ്റൻസ് സോണായിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. കാരണം 20 ദിവസത്തെ നിഫ്റ്റിയുടെ മൂവിംഗ് ആവറേജ് എന്ന് പറഞ്ഞാൽ 23,170 മുകളിലാണ്, അതിന് മുകളിലാണ് നമ്മളുള്ളത്. 50 ദിവസത്തെ മൂവിംഗ് ആവറേജ് നോക്കിക്കഴിഞ്ഞാലും 22,972 അതിലും എത്രയോ മുകളിലാണ് നമ്മളുള്ളത്. 10 ആഴ്ചത്തെ മൂവിംഗ് ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ 22,925 അതിന് മുകളിലാണ്. 30 ആഴ്ചത്തെ മൂവിംഗ് ആവറേജും 23,736 അതിന് മുകളിലാണ് നമ്മൾ ക്ലോസിംഗ് നടക്കിയത്. അപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ മൂവിംഗ് ആവറേജുകളുടെയും മുകളിലാണ് നിഫ്റ്റി ക്ലോസിംഗ് വന്നിരിക്കുന്നത്. RSI നോക്കിക്കഴിഞ്ഞാലും 62.57 അപ്പോൾ ഒരു ക്രോസ് ഓവർ മൂവിംഗ് ആവറേജ് MACD കാണുന്നുണ്ട്. സോ എനിവേ, നമുക്ക് അടുത്ത ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റ് 24,000 to 24,100 എന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ പൊസിഷണൽ ടാർഗറ്റ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് 24,400 24,500 ഒക്കെ ഉണ്ട്. ഞാൻ അത്രയും എക്സ്പാൻഡ് ചെയ്യുന്നില്ല ഡെറിവേറ്റീവ് ഡാറ്റ നോക്കുകയാണെങ്കിൽ. അത് നമുക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം, കാരണം ലെങ്ത്ത് കൂടുതലായിട്ട് വരും വീഡിയോയെ സംബന്ധിച്ചിട്ട്. അതേസമയം നമുക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു സ്ട്രോങ് സപ്പോർട്ട് എന്ന് പറയുന്നത് 23,350 to 23,450 എന്ന് പറയുന്ന ഒരു 100 പോയിൻ്റ് റേഞ്ചാണ്. മാർക്കറ്റ് വളരെ വോളറ്റൈലായിരിക്കും, കാരണം പ്രത്യേകിച്ചും ഗ്ലോബൽ ക്യൂസിങ്ങിന് ഉണ്ടായതുകൊണ്ട്. അതുകൊണ്ടാണ് ഒരു 100 പോയിൻറ്റിൻ്റെ എങ്കിലും വോളറ്റാലിറ്റി നമ്മൾ സപ്പോർട്ട് സോണിലും റെസിസ്റ്റൻസ് സോണിലുമായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ 23,350 ലോവർ സൈഡിലും 24,100 അപ്പർ സൈഡിലുമുള്ള ഒരു വോളറ്റാലിറ്റിയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഏതായാലും ഈ വീക്ക് ഇൻ്റർനാഷണൽ ഇവൻറ്റ്സ് കൊണ്ടും പ്രത്യേകിച്ചും ഇന്ത്യൻ മാർക്കറ്റുകളിൽ റിസൾട്ട് കൊണ്ടുമാണ് പ്രധാനപ്പെട്ട അപ്സൈഡ് വരാൻ പോകുന്നത്. പ്രധാനപ്പെട്ട കമ്പനികൾ ഇപ്പോൾ നാളെ റിസൾട്ടുമായിട്ട്, അതായത് തിങ്കളാഴ്ച തന്നെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന 14ഓളം കമ്പനികളുണ്ട്. അത് ലാർജ് ക്യാപ്പിൽ ഹിമാദ്രി ഉണ്ട്, അതുപോലെ തന്നെ ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ്, അനന്തരാജ്, അലോക് ഇൻഡസ്ട്രീസ് പോലുള്ള കമ്പനികളുണ്ട്. അതുപോലെ തന്നെ മൈക്രോ ക്യാപ്പ് കമ്പനികളായിട്ടുള്ള സിൽച്ചാർ ടെക്നോളജി, അതുപോലെ ലോട്ടസ് ചോക്ലേറ്റ്, GNA ആക്സൽസ് പോലുള്ള കമ്പനികൾ നാളെ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട്. അതുപോലെ ചൊവ്വാഴ്ച മാർക്കറ്റിൽ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന പ്രധാനപ്പെട്ട കമ്പനി ഹെവൽസ് ഇന്ത്യയാണ്. അതുപോലെ തന്നെ വാരി എനർജീസ്, HCL ടെക്, ടാറ്റ കമ്മ്യൂണിക്കേഷൻ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻസ്, AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, സ്മോൾ ക്യാപ്പ് കമ്പനിയായിട്ടുള്ള ചോയ്സ് ഇൻ്റർനാഷണൽ പോലുള്ള കമ്പനികളുണ്ട്. അതിന് 23 ബുധനാഴ്ച നമുക്ക് മാർക്കറ്റിലെ റിസൾട്ടുമായിട്ട് വരുന്ന ടാറ്റ കമ്മ്യൂണിക്കേഷൻസ്, ടാറ്റ കൺസ്യൂമർ, അതുപോലെ തന്നെ LNT ഇൻഫോടെക്, ബജാജ് ഹൗസിംഗ് ഫിനാൻസ്,
സിൻജിൻ, ഡാൽമിയ ഭാരത് പോലുള്ള കമ്പനികളൊക്കെ തന്നെ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട്. ഒരുപാട് പ്രധാനപ്പെട്ട മെയിൻ സ്ട്രീം കമ്പനികളും ഈ ആഴ്ച റിസൾട്ടുമായിട്ട് വരുന്നുണ്ട്, ആക്സിസ് ബാങ്ക് അടക്കമുള്ള കമ്പനികൾ. സോ ഏതായാലും റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്. മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് 2-3 കാര്യങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുന്നു. ഒന്ന്, ഈ ഒരു ട്രേഡ് വാറിൽ നടന്നിരിക്കുന്ന ചില ഒരു കൂൾ ഓഫ് മാർക്കറ്റിനെ സ്വാഭാവികമായിട്ടും സപ്പോർട്ട് ചെയ്യും. രണ്ടാമത്, നമ്മൾ എക്സ്പെക്റ്റഡിനേക്കാൾ മുകളിലാണ് മൺസൂൺ പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. അത് അഗ്രി ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ കമ്പനികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും ഫെർട്ടിലൈസർ കമ്പനി FACT, കോറമണ്ടൽ ഇൻ്റർനാഷണൽ, അങ്ങനെ മാംഗ്ലൂർ കെമിക്കൽസ് പോലുള്ള കമ്പനികളൊക്കെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ റേറ്റ് കട്ടിനുള്ള എക്സ്പെക്റ്റേഷൻ, വീണ്ടും ഇൻഫ്ലേഷൻ താഴ്ന്നു വന്നത്, മാർച്ച് മാസത്തെ ഇൻഫ്ലേഷൻ RBI ടാർഗറ്റിനേക്കാൾ താഴെ വന്നത് RBI വീണ്ടും ഒരു റേറ്റ് കട്ടിലേക്ക് പ്രേരിപ്പിക്കുമോ എന്നുള്ള ഒരു നിഗമനവും വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്പെൻഡിങ്, പുതിയ ബജറ്റിൻ്റെ പ്രൊവിഷൻസ് അനുസരിച്ചിട്ട് സ്പെൻഡിങ് കൂടാനുള്ള സാധ്യത ഏപ്രിൽ മുതൽ കാണുന്നു. ഇതൊക്കെ മാർക്കറ്റിൽ വീണ്ടും ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇതിനെ മോശമാക്കാൻ സാധ്യതയുള്ളത് ഒരേ ഒരു കാര്യം, ഗ്ലോബൽ ട്രേഡ് ടാരിഫുമായിട്ട് ബന്ധപ്പെട്ട അനൗൺസ്മെൻറ്റുകളായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഓവറോൾ ഒരു നിഫ്റ്റിയുടെ ട്രജക്ടറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു വീക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് സൈഡിലാണ് നമ്മൾ എക്സ്പെക്റ്റേഷൻ വെച്ച് പുലർത്തുന്നത്. അതുപോലെ വ്യാഴാഴ്ചയും മാർക്കറ്റിലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ബൈയിങ് സൈഡിലായിരുന്നു. 4667 കോടി രൂപയുടെ ബൈയിങ് ആണ് വ്യാഴാഴ്ച ഇന്ത്യൻ മാർക്കറ്റിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തിയത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 2006 കോടി രൂപയുടെ സെല്ലിംഗ് ആയിരുന്നു നടത്തിയത്. FIIസിൻ്റെ പൊസിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും അതുപോലെ തന്നെ സ്റ്റോക്ക് ഓപ്ഷൻസിലും അവർക്ക് പോസിറ്റീവ് പൊസിഷൻസ് ആണുള്ളത്. അതേസമയം ഇൻഡെക്സ് ഓപ്ഷൻസിൽ മാത്രമാണ് അവർക്കൊരു നെഗറ്റീവ് പൊസിഷൻസ് വന്നതായിട്ട് കാണുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ 3-4 ദിവസത്തെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 15,000 കോടിയിലധികമാണ് FIIs ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പണം പമ്പ് ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട എമർജിംഗ് മാർക്കറ്റുകളെയൊക്കെ തന്നെ ഏപ്രിൽ മാസത്തെ ഫണ്ട് ഫ്ലോ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിലേക്കാണ് കൂടുതലായിട്ടും. ബ്രസീൽ, വിയറ്റ്നാം, അങ്ങനെയുള്ള ഏഷ്യൻ രാജ്യങ്ങളടക്കം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലേക്കാണ് എമർജിംഗ് മാർക്കറ്റുകളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് FIIs ഫ്ലോ ചെയ്തതായിട്ടും കാണുന്നത്. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളും അനാലിസിസിലേക്കും പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട അനാലിസിസുകളും നിഗമനങ്ങളും മറ്റു ഡെയിലി പോഡ്കാസ്റ്റുകളും വീക്കിലി പോഡ്കാസ്റ്റുകളുമാണ് ഈ ചാനൽ വഴി നിങ്ങളുടെ മുന്നിലേക്ക് കൂടുതലായിട്ടും വരുന്നത്. സോ താല്പര്യമുള്ളവരുമായിട്ട് ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ വഴി ഞങ്ങളുടെ ചാനലുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ മാർക്കറ്റ് മാഗ്നറ്റിൻ്റെ ഫ്രീ ചാനലും ഇവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെയും ഞങ്ങളുടെ റിസർച്ചും ഗൈഡൻസൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഫ്രീ ചാനലിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങളുടെ സർവീസുകൾ ഉപയോഗിക്കാവുന്നതാണ്. സ്വിംഗ് ഈസ് കിങ് എന്ന് പറയുന്ന മറ്റൊരു ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൂടി ഞാൻ താഴെ കൊടുക്കുന്നു. അത് ഞാൻ തന്നെ ഡയറക്റ്റായിട്ടും മാനേജ് ചെയ്യുന്ന എൻ്റെ റിസർച്ച് സ്റ്റഡികൾ പോസ്റ്റ് ചെയ്യുന്ന സ്വിങ്ങുകളും ലോങ് ടേം സ്റ്റോക്കുകളൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ഒരു ചെറിയ ടെലിഗ്രാം ഗ്രൂപ്പ് കൂടിയാണ്. സോ താല്പര്യമുള്ളവർക്ക് മാർക്കറ്റ് മാഗ്നറ്റിൽ ഓപ്ഷൻസ് കോൾസും മറ്റുമൊക്കെ തന്നെ കൊടുക്കുന്നുണ്ട്. സോ ഡെയിലി ബേസിസിൽ നമ്മൾ മാർക്കറ്റ് മാഗ്നറ്റിൽ ഓപ്ഷൻസ് കൊടുക്കാറുണ്ട്. മാക്സിമം നമുക്ക് സക്സസ് റേഷ്യോ കിട്ടാറുമുണ്ട്. വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഒരു ഡെയിലി ഒരു 1000 to 2000 റുപ്പീസ് എന്ന രീതിയിൽ നേട്ടം കൊയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മാർക്കറ്റ് മാഗ്നറ്റിലെ ഓപ്ഷൻ കോളുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ചെറിയ ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് ഓപ്ഷൻസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത്. വളരെ ശക്തമായിട്ടുള്ള റിസർച്ച് ബാക്കപ്പ് ഉള്ള റിസർച്ച് കോളുകളാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാർക്കറ്റ് മാഗ്നറ്റിൻ്റെ ഫ്രീ ചാനലിൽ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എൻക്വയറീസ് എടുത്ത് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്വിംഗ് കോൾസും ലോങ് ടേം കോൾസൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ റിസർച്ച് ഐഡിയാസ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇവിടെയും കൂടിയാണ്, സ്വിംഗ് സ്കിങ്ങിലാണ്. ഞങ്ങളും വളരെ ശക്തമായിട്ട് കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മൾ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നത്. എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചരിത്രം ഒരു 20 വർഷത്തോളം അധികമുണ്ട്. പക്ഷേ സ്വിംഗ് സ്കിങ്ങിൽ ഇപ്പം നമ്മൾ 1 വർഷമായിട്ട് 1.5 വർഷമായിട്ട് ഞങ്ങൾ വളരെ സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. വീക്കെൻഡിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട 2 ബാങ്കുകളുടെ റിസൾട്ടുകൾ വളരെ നന്നായി തോന്നി. ഒന്ന് ICICI ബാങ്ക് തന്നെയാണ്. ICICI ബാങ്കിൻ്റെ പ്രോഫിറ്റിലെ 18% വർധനവാണ് കാണിച്ചത്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കിക്കഴിഞ്ഞാലും 7% വർധനവ് പ്രോഫിറ്റിൽ വന്നിട്ടുണ്ട്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം, അതായത് ബാങ്കുകളെ സംബന്ധിച്ച് ഇൻട്രസ്റ്റ് ഇൻകമാണ് മെയിനായിട്ടുള്ളത്. ആ ഇൻകത്തിൽ 11% വർധനവാണുള്ളത്. കഴിഞ്ഞ ക്വാർട്ടറിലും 4% വർധനവ് കാണിക്കുന്നതായിട്ട് കാണുന്നു. അതായത് 21,193 കോടി രൂപയാണ് ഇൻട്രസ്റ്റ് ഇനത്തിൽ ICICI ബാങ്ക് കഴിഞ്ഞ ഒരു ക്വാർട്ടറിൽ നേടിയിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ 5% വർധനവുണ്ട്. പ്രൊവിഷൻസ്, അതായത് കിട്ടാക്കടങ്ങൾക്ക് മേൽ വെക്കുന്ന പ്രൊവിഷൻസിൻ്റെ എണ്ണം കുറഞ്ഞിരിക്കുന്നു. അതായത് 27% കുറവാണ് പ്രൊവിഷൻസിൽ വന്നിരിക്കുന്നത്. അത് വളരെ ശക്തമായിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ് ICICI ബാങ്ക് നൽകുന്നത്. അതായത് കിട്ടാക്കടം കുറയുന്നു, ക്വാളിറ്റി ലോൺസുകളാണ് അവരുടെ ബുക്കിലുള്ളത് എന്നുള്ളതാണ്.
ഗ്രോസ് എൻ പി എയിലും 1.96% നിന്നും കുറഞ്ഞ് 1.67% ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കാണിക്കുന്നതാണ്. എൻ പി എൽ നെറ്റ് എൻ പി എ 0.42% നിന്നും കുറഞ്ഞ് 0.39%, അതായത് 100 രൂപ ബാങ്ക് ലോണ് കൊടുക്കുന്ന സമയത്ത് 39 പൈസ മാത്രമാണ് ബാങ്കിനെ സംബന്ധിച്ചിട്ട് കിട്ടാക്കടമായിട്ട് വരാനുള്ള സാധ്യതയുള്ളത്. അത് വളരെ കുറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ക്വാർട്ടറിൽ അത് 42 പൈസയായിരുന്നു, അത് കുറഞ്ഞ് 39 പൈസയായിരിക്കുന്നത് ബാങ്കിൻ്റെ ക്വാളിറ്റി, അതായത് ബുക്ക് ക്വാളിറ്റി അല്ലെങ്കിൽ അസറ്റ് ക്വാളിറ്റിയെ കൂട്ടിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. HDFC ബാങ്കിൻ്റെ റിസൾട്ട് കൂടി വരികയുണ്ടായി. Q4 പ്രോഫിറ്റിൽ 6.69% നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 3 മാസം, ജനുവരി മുതൽ മാർച്ച് വരെയുള്ള 3 മാസം കൊണ്ട് HDFC ബാങ്ക് ഉണ്ടാക്കിയിരിക്കുന്ന ലാഭം എന്ന് പറയുന്നത് 17,616 കോടി രൂപയാണ്. നെറ്റ് ഇൻട്രസ്റ്റിൽ, അതായത് ഇൻകത്തിൽ 10.3% വർധനവ് ഉണ്ടായിട്ടുണ്ട്. പ്രോഫിറ്റിൽ 6%, പ്രൊവിഷൻസിൽ 1% വർധനവ് ഉണ്ടായിട്ടുണ്ട്. ICICI ബാങ്കുമായിട്ട് തട്ടിച്ച് നോക്കുന്ന സമയത്തിൽ ഇവിടെ പ്രൊവിഷൻസ് കൂടുകയാണ് ചെയ്തത്. അതേസമയം ICICI ബാങ്കിൻ്റെ പ്രൊവിഷൻസ് 27% കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രോസ് എൻ പി എ നോക്കിക്കഴിഞ്ഞാലും 1.33%. കഴിഞ്ഞ പ്രാവശ്യം അത് 1.4 ആയിരുന്നു, 4.2 ആയിരുന്നു, അത് കുറവാണ്. എൻ പി എ കിട്ടി നോക്കിക്കഴിഞ്ഞാൽ ICICI ബാങ്കിനെ സംബന്ധിച്ചിട്ട് 100 രൂപയിൽ 39 പൈസ മാത്രമാണ് കിട്ടാക്കടമാകാനുള്ള സാധ്യതയുള്ളത്. ഇവിടെ 43 പൈസയോളം വരുന്നുണ്ട്. അതായത് രണ്ട് റിസൾട്ടുകളും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു പടി മുന്നിൽ നമുക്ക് ICICI ബാങ്കിൻ്റെ റിസൾട്ടാണെന്ന് പറയാം. സോ അതിൻ്റെ ഒരു ഇഫക്റ്റ് നാളെ രാവിലെ, അതായത് തിങ്കളാഴ്ച രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് ICICI ബാങ്കിൻ്റെ സ്റ്റോക്കിൽ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ നമ്മുടെ ഒരു ലോങ് ടേം സ്റ്റോക്കായിട്ടുള്ള യെസ് ബാങ്ക്, എൻ്റെ സ്വിംഗി സ്കീമിൽ ഞാൻ പലപ്പോഴായിട്ടും സജസ്റ്റ് ചെയ്തിരിക്കുന്നൊരു സ്റ്റോക്കായിരുന്നു യെസ് ബാങ്ക്. യെസ് ബാങ്കിൽ ഞങ്ങളിപ്പോഴും ലോങ് ടേമിൽ, അതായത് നിങ്ങളൊരു 4-5 വർഷത്തേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോക്കായിട്ടാണ് ഞാൻ എപ്പോഴും യെസ് ബാങ്കിനെ കുറിച്ച് സംസാരിക്കാറുള്ളത്. വളരെ ചെറിയ എമൗണ്ടാണ്. ഇപ്പോൾ അതൊരു SBI ഏറ്റെടുത്തിരിക്കുന്ന ഒരു കൺസോർഷ്യമാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു SBI ആണ്, മിനി SBI ആണ് യെസ് ബാങ്ക് എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. സോ യെസ് ബാങ്കിന് Q4 റിസൾട്ട് വന്നതിൽ പ്രോഫിറ്റിൽ 64% വർധനവ് കാണിച്ചിരിക്കുന്നു. 739 കോടി രൂപയാണ് പ്രോഫിറ്റ് ഇനത്തിൽ 3 മാസം കൊണ്ട് യെസ് ബാങ്ക് നേടിയിരിക്കുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 6% വർധനവ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ 21% വർധനവ്, പ്രൊവിഷൻസ് ആണ് കൂടിയിരിക്കുന്നത്. 23% വർധനവാണ് പ്രൊവിഷൻസിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഇയർ ഓൺ ഇയറിൽ നോക്കുന്ന സമയത്ത് 32% കുറവാണ്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 23% കൂടുതൽ വന്നിരിക്കുന്നത്. ഗ്രോസ് എൻ പി എ 1.6%, നെറ്റ് എൻ പി എ എന്ന് പറയുന്നത് 0.3% മാത്രമേ ഉള്ളൂ. അതർ ഇൻകം നോക്കിക്കഴിഞ്ഞാലും 15% അപ്സൈഡ് വന്നിട്ടുണ്ട്. ഏതായാലും മോശമില്ലാത്തൊരു റിസൾട്ടാണ് യെസ് ബാങ്കും പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റേലിനും പ്രോഫിറ്റ് 20% വർധന വന്നിട്ടുണ്ട്. റവന്യൂവിൽ 1%, എബിറ്റയിൽ 1% കുറവാണ്. അങ്ങനെ നല്ല നല്ല റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവാണ്. നാളെ ഈ ഒരു പറയുന്ന സ്റ്റോക്കുകളിലൊക്കെ തന്നെ മൂവ്മെൻറ്റിനുള്ള സാധ്യതകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ വീക്കെൻഡിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത, US ഒഫീഷ്യൽസ് ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. ഏപ്രിൽ 23 കൂടി അവർ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നു. അവരുടെ ബൈലാറ്ററൽ ട്രേഡ് ഇന്ത്യയും US-ഉമായിട്ടുള്ള ബൈലാറ്ററൽ ട്രേഡ് സെർച്ച് ചെയ്യാനാണ് പ്രധാനമായിട്ടും അവർ വരുന്നതെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ന്യൂസ് ഫ്ലോ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയും US-ഉം അവരുടെ ടൂർ 19 ചാപ്റ്ററുകളിൽ ക്ലോസ് ചെയ്യാനുള്ള സാധ്യത, അതായത് നെഗോസിയേഷൻസ് വഴി 19 പ്രധാനപ്പെട്ട ഇടങ്ങളിൽ, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ട്രേഡ് റിലേഷൻസ് ശക്തമാക്കും എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് വരുന്നുണ്ട്, നോൺ ടാരിഫ് ബാരിയേഴ്സ്, അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള എക്സ്പോർട്ട് ഇമ്പോർട്ട്, ഏതൊക്കെ സാധനങ്ങൾ, എത്രയൊക്കെ ടാരിഫ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫൈനലൈസേഷൻ വരുമെന്നാണ് അറിയാൻ പറ്റുന്നത്. സോ അതിൽ പ്രധാനപ്പെട്ട കസ്റ്റംസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം, ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ്സ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ വിസ ടോളറേഷൻ, അങ്ങനെ പല കാര്യങ്ങളിലും പ്രധാനപ്പെട്ട ഈ ഒരു US താരിഫ് കൊണ്ട് നേട്ടമുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യ പെടുമെന്നുള്ളത്. മാത്രമല്ല ഇന്ത്യയിലേക്ക് മാത്രമാണ് വളരെ കാര്യമായിട്ടുള്ള US ഒഫീഷ്യൽസും അതുതന്നെ ഈ പറയുന്ന ട്രംപിൻ്റെ വളരെ പ്രധാനപ്പെട്ട അനുയായികളൊക്കെ തന്നെ വിസിറ്റ് ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് കാണുന്നത് ഇന്ത്യയാണ്. സോ ഇന്ത്യയുമായിട്ടൊരു ട്രേഡ് റിലേഷൻസ് കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് US ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തോന്നൽ കൂടി ഇന്ത്യക്കുണ്ട്. അത് അവസാനമായിട്ടും ഇന്ത്യൻ കമ്പനികൾക്കും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടും ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് ഭവിക്കാൻ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ലൈംലൈറ്റിൽ, അതായത് 2024-25 സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ ലൈംലൈറ്റിൽ നിന്നിരിക്കുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് ഡിഫൻസ് തന്നെയാണ്. അപ്പോൾ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ BHEL ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് പുറത്തോട്ടിരിക്കുന്ന വാർത്ത അവരുടെ 2025 ബിസിനസ് അപ്ഡേറ്റ്സ് ആണ്. അതിൽ റവന്യൂവിൽ 27,350 കോടി രൂപയാണ് 2024-25 സാമ്പത്തിക വർഷത്തിൽ കമ്പനി നേടിയിരിക്കുന്നത്. അതായത് 19% വർധനവാണ് കഴിഞ്ഞ തൊട്ട് വർഷത്തെ റവന്യൂവുമായിട്ട് നോക്കുന്ന സമയത്ത് BHEL ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഓർഡർ ഫ്ലോ കിട്ടിയൊരു വർഷം കൂടിയായിരുന്നു കഴിഞ്ഞ വർഷം.
92,534 കോടി, ഏകദേശം 1,00,000 കോടി രൂപയുടെ ഓർഡറുകൾ കൂടി കിട്ടിയ വർഷമായിരുന്നു കഴിഞ്ഞൊരു വർഷം. അതിൽ അവരുടെ മൊത്തം ഓർഡർ ബുക്ക്, BHELൻ്റെ മൊത്തം ഓർഡർ ബുക്ക് എന്ന് പറയുന്നത് 1,95,922 കോടി രൂപയായിട്ട് മാറിയിരിക്കുന്നു. ഒരു കാര്യം ആലോചിച്ച് നോക്കുക, ഒരു കമ്പനിയുടെ ഓർഡർ ബുക്ക് 2,00,000 കോടിയിലെത്തിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. പവർ സെക്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ BHEL അവരുടെ ലീഡർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. കാരണം 81,349 കോടി രൂപയുടെ ഓർഡറാണ് പവർ സെക്ടറിൽ നിന്ന് മാത്രം BHELന് കിട്ടിയിരിക്കുന്നത്. BHEL നമ്മൾ ഡബിൾ ഡിജിറ്റിലുള്ളത് മുതൽ കണ്ടിന്യൂസ് ആയിട്ട് റെക്കമെൻഡേഷൻ ലിസ്റ്റിലൊരു സ്റ്റോക്കായിരുന്നു. അതിപ്പോൾ ഉയർന്ന് 200-ന് മുകളിൽ വന്നിരിക്കുന്നു. സോ ഇൻഡസ്ട്രിയൽ സെഗ്മെൻറ്റിൽ നോക്കിക്കഴിഞ്ഞാലും റെക്കോർഡ് ഹയർ ഫ്ലോ ആണ്, ഓർഡർ ഫ്ലോ ആണ്. 11,185 കോടി രൂപയുടെ ഓർഡറാണ് BHELന് ഇൻഡസ്ട്രിയൽ സെഗ്മെൻറ്റിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അതിൽ ഡൈവേഴ്സിഫൈഡ് പ്രസൻസ് ഉണ്ട്. അതിൽ ട്രാൻസ്പോർട്ടേഷൻ വരുന്ന, ഡിഫൻസ്, പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ എക്യുപ്മെൻറ്റ്സ്, അങ്ങനെ പല സെഗ്മെൻറ്റുകളിൽ നിന്നുമായിട്ട് കമ്പനിക്ക് ഓർഡറുകൾ വന്നിട്ടുണ്ട്. എക്സിക്യൂഷൻ ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ BHEL നടത്തിയിരിക്കുന്നത് 8.1 ജിഗാവാട്ടിൻ്റെ തെർമൽ പവർ കപ്പാസിറ്റി അവർ കഴിഞ്ഞ പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നു. ഡെമോൺസ്ട്രേറ്റിംഗ്, അതുപോലെ തന്നെ പ്രൊജക്ട് ഡെലിവറി, അതുപോലെ തന്നെ ഓപ്പറേഷണൽ എഫിഷ്യൻസിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നു. അതായിരുന്നു BHELനെ സംബന്ധിച്ച് നമ്മളും എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്. BHELൻ്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി കുറച്ചു, അതായത് പ്രൊജക്റ്റുകൾ കിട്ടുന്നുണ്ട്, നല്ല കാര്യമായിട്ട് തന്നെ അവർ കാര്യങ്ങൾ നടത്തുന്നുമുണ്ട്, പക്ഷേ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സ്പീഡ് പോരാ എന്നുള്ളതാണ്. വളരെ ചെറിയ രീതിയിലാണ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുന്നത്. ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾ ഓർഡർ അവർക്ക് കൊടുക്കുന്നുണ്ട്, പക്ഷേ ഇത് എക്സിക്യൂഷനാണ് കമ്പനിയെ സംബന്ധിച്ചിട്ടൊരു ഹഡിലായിട്ട് നിന്നിരുന്നത്. അവിടെയാണ് L&T ഒക്കെ ഇവരെ ബീറ്റ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. റവന്യൂ ഗ്രോത്ത് ഡബിൾ ഡിജിറ്റിലാണ്, റെക്കോർഡ് ഓർഡർ ബുക്കാണ്, ഹെൽത്തി എക്സിക്യൂഷനാണ്, പൈപ്പ് ലൈനിലും കൂടുതൽ ഓർഡറുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. 2025-26 സാമ്പത്തിക വർഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് കമ്പനിയെ സംബന്ധിച്ച് വളരെ ശക്തമായിട്ടുള്ള ഓർഡർ ബുക്ക് ഫ്ലോയും സപ്പോർട്ടും ഉണ്ട് എന്നുള്ളത് BHELനെ ഈ വർഷവും ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. മറ്റൊരു വാർത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ തെർമൽ പവർ പ്രൊഡ്യൂസറായിട്ടുള്ള NTPCയിൽ നിന്നാണ്. NTPC ചരിത്രത്തിൽ ആദ്യമായിട്ട് കോൾ പ്രൊഡക്ഷൻ, അതായത് കൽക്കരി കൊമേഴ്ഷ്യൽ കോൾ മൈൻസിൽ നിന്നും വാങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ഇതുവരെ NTPCയുടെ ഏറ്റവും വലിയ കോൾ സപ്ലയർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കോൾ പ്രൊഡ്യൂസറായിട്ടുള്ള കോൾ ഇന്ത്യ ആയിരുന്നു. സോ ആദ്യമായിട്ട് NTPC അവരുടെ ചില പവർ പ്ലാന്റുകളിലേക്ക് കോൾ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കൽക്കരി കൊമേഴ്ഷ്യൽ കമ്പനികളിൽ നിന്നും അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ മൈൻസിൽ നിന്നും വാങ്ങാൻ തുടങ്ങിയിരിക്കുന്നതാണ് കമ്പനി പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത. കാരണം കോൾ അല്ലെങ്കിൽ പവർ പ്രൊഡക്ഷൻ അത്രമാത്രം ആവശ്യം വേണ്ടിയിരിക്കുന്നു. ഇന്ത്യ വളർന്നതിനനുസരിച്ചിട്ട് പവർ ജനറേഷനും പവർ സപ്ലൈയും കൂടേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ ഇത്രയും ഈ കഴിഞ്ഞ ഒരു 6 മാസത്തെ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് ഓൾറെഡി അവർ ഈ ഒരു കൊമേഴ്ഷ്യൽ മൈനുകളിൽ നിന്നും കോളുകൾ അല്ലെങ്കിൽ കൽക്കരി വാങ്ങാനുള്ള പദ്ധതികൾ നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ഓൾറെഡി അത് സപ്ലൈ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. 3 മില്യൺ മെട്രിക് ടണ്ണാണ് 3 മില്യൺ ടണ്ണാണ് ഏകദേശം അവർ സപ്ലൈ ചെയ്തിരിക്കുന്നത്. അതായത് ഏകദേശം ഈ കോൾ മൈനുകളിൽ നിന്നും 500ഓളം കിലോമീറ്റർ അകലെയുള്ള പവർ പ്ലാന്റുകളിലേക്കാണ് ഈ ഒരു കോൾ മൈനുകളിൽ നിന്നും സപ്ലൈ പോകുന്നതെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. ആ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് ഈ പറയുന്ന കോൾ മൈനുകളിൽ നിന്ന് വാങ്ങുന്ന കൽക്കരി എന്ന് പറയുന്നത് കോൾ ഇന്ത്യയിൽ നിന്നേക്കാൾ കൂടുതൽ കോൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ കുറച്ചുകൂടി ചീപ്പാണ് എന്നാണ് അവർ അറിയാൻ സാധിച്ചത്. പക്ഷേ ഇമ്പോർട്ടഡ് കോൾ, അതായത് ഈ പ്രത്യേകിച്ചും ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ് NTPC കൂടുതലായിട്ടും കോൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. അതിൽ നിന്നും ഡിപ്പെൻഡൻസി കുറച്ചുകൊണ്ട് കോൾ ഇന്ത്യയിൽ നിന്നും സപ്ലൈ കൂട്ടുക, അതുപോലെ തന്നെ കോൾ ഇന്ത്യയിൽ എപ്പോഴാണോ സപ്ലൈ ഷോർട്ടേജ് വരുന്നത് അത് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി, അത് ഓഫ്സെറ്റ് ചെയ്യാൻ കൂടിയിട്ടാണ് നമ്മൾ കൊമേഴ്ഷ്യൽ കോളിൽ നിന്നും വാങ്ങുന്നത് എന്നുള്ള കാര്യവും കമ്പനി അറിയിച്ചിട്ടുണ്ട്. ഏതായാലും കമ്പനികൾ നല്ല രീതിയിലുള്ള ഡിമാൻഡ് പവർ സപ്ലൈയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ വരുന്ന താരിഫ്, അതായത് ഈ വരുന്ന പവർ കോസ്റ്റ്, ഈ പറയുന്ന ഇമ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇന്തോനേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന വഴിയോ അല്ലെങ്കിൽ ഈ കൊമേഴ്ഷ്യൽ കോൾ മൈനുകളിൽ നിന്ന് വാങ്ങുന്ന കൽക്കരിയുടെ ചിലവിൽ ചെറിയ രീതിയിൽ വർധനവുണ്ടാകും. പക്ഷേ അത് നോമിനലാണ്, അത് പാസ് ഓൺ ചെയ്യും. കമ്പനി ബെയർ ചെയ്യാൻ പോകുന്നില്ല, അത് കസ്റ്റമേഴ്സിൻ്റെ കയ്യിലേക്ക് പാസ് ഓൺ ചെയ്യുമെന്നാണ് കമ്പനി അറിയുന്നത്. ഏകദേശം ഒരു 240 മുതൽ 250 മില്യൺ ടൺ വരെയാണ് NTPCയുടെ വാർഷിക ഡിമാൻഡ് എന്ന് കാണിക്കുന്നു. അതിൽ മെയിൻ സപ്ലയർ ഇപ്പോഴും കോൾ ഇന്ത്യ തന്നെയാണ്. അവരുടെ തന്നെ, അതായത് NTPCയുടെ തന്നെ സ്വന്തം കോൾ മൈനുകൾ ഓപ്പറേഷണൽ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യം 15% വരെയുള്ള ഇൻറ്റേർണൽ ഡിമാൻഡ് NTPCയുടെ തന്നെ കോൾ മൈനുകൾ വഴി നികത്താൻ സാധിച്ചിട്ടുണ്ട്. അതിന് പുറമെ 2020 ശേഷമാണ് സെൻട്രൽ ഗവൺമെൻറ് ഇതുപോലുള്ള
കൊമേഴ്ഷ്യൽ കോൾ മൈനുകൾ ഓപ്ഷൻ ചെയ്ത് കൊടുത്ത് അവിടെ നിന്നും സപ്ലൈ ആരംഭിച്ചത്. ഏതായാലും NTPC നമ്മുടെ പവർ സ്റ്റോക്കുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്ക് തന്നെയാണ്. NTPC, REC, PFC പോലുള്ള സ്റ്റോക്കുകളിൽ ദീർഘകാലത്തേക്ക് നമുക്കൊരു ഗവൺമെൻറ് NTPC പോലുള്ള സ്റ്റോക്കുകളിലൊക്കെ തന്നെ നമ്മൾ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു ഇടിവിൽ താഴോട്ട് വന്നിട്ടുണ്ട്. സോ പവർ സ്റ്റോക്കുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു ബുള്ളിഷ് ട്രെൻഡ് ഉണ്ട് എന്നുള്ളതാണ്, പ്രത്യേകിച്ചും NTPC, REC, PFC പോലുള്ള കമ്പനികളിൽ. മറ്റൊരു പ്രധാനപ്പെട്ട ഈ ആഴ്ച അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു അറ്റൻഡ് ചെയ്ത ഒരു കോൾ എന്ന് പറയുന്നത് ലെമൺ ട്രീ ഹോട്ടൽസിൻ്റെയാണ്. ലെമൺ ട്രീ ഹോട്ടൽ നമ്മുടെ സ്റ്റോക്ക് ലിസ്റ്റിലുള്ളതാണ്. സ്വിംഗീസ് കിങ്ങിലായാലും മാർക്കറ്റ് മാഗ്നറ്റിലൊക്കെ ആയാലും ഞാൻ പലപ്പോഴായിട്ട് ഡിസ്കസ് ചെയ്ത സ്റ്റോക്കുകളാണ്. നമ്മുടെ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ് ലെമൺ ട്രീ. അതുകൊണ്ട് തന്നെ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രാക്കിംഗ് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. സോ ലെമൺ ട്രീയിൽ അവരുടെ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന ഇൻവെസ്റ്റേഴ്സ് കോളിൽ പറഞ്ഞിരിക്കുന്നത് അടുത്ത് തന്നെ അവരുടെ സബ്സിഡറി ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു ഹോൾഡിംഗ് കമ്പനി ആയിട്ടുള്ള ഫ്ലെയർ ഹോട്ടൽസ് അത് അടുത്ത് തന്നെ ലിസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. 2026 കൂടി ലിസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത്. കഴിഞ്ഞ അടുത്ത ഒരു 2-3 വർഷം കൊണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡെറ്റ് ഫ്രീ ആക്കുക എന്നുള്ള ഉദ്ദേശമാണ്. മൊത്തം ലെമൺ ട്രീയുടെ ഡെറ്റ് എന്ന് പറയുന്നത് 1760 കോടി രൂപയും ലെമൺ ട്രീയുടെ മാത്രം ഒരു ഡെറ്റ് സ്റ്റാൻഡ് അലോൺ ഡെറ്റ് എന്ന് പറഞ്ഞാൽ 300 കോടി രൂപയാണ്. അപ്പോൾ അവർ വളരെ പോസിറ്റീവായിട്ടാണ് മാനേജ്മെൻറ്റ് കോൾ അറ്റൻഡ് ചെയ്തത്. പറയുന്നത് റൂം റേറ്റ്സ് ഒക്കെ അതിൻ്റെ ഓൾ ടൈം ഹൈയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇന്ത്യൻ ഹോട്ടലുകളെ സംബന്ധിച്ചിട്ട്. അതിനെ ഡൊമസ്റ്റിക് ടൂറിസം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. വെഡ്ഡിങ് സീസൺ November, December മാസത്തിലൊക്കെ റെക്കോർഡ് വെഡ്ഡിംഗ് ആണ് പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനുകളിലൊക്കെ നടന്നത്. അതും ഒരു പോസിറ്റീവാണ്. പിന്നെ വീക്കെൻഡുകൾ ഇതേപോലുള്ള വെള്ളിയാഴ്ചയോ തിങ്കളാഴ്ചയൊക്കെ അവധി വരുന്ന സമയത്ത്, എക്സ്റ്റേറ്റഡ് വീക്കെൻഡ്സ് വരുന്ന സമയത്ത് റെക്കോർഡ് ഹൈയിലാണ് റൂം റെൻറ്റുകളൊക്കെ പോകുന്നതെന്നാണ് പറയുന്നത്. ലെമൺ ട്രീയെ സംബന്ധിച്ചിട്ട് ഈ ഒരു ലിസ്റ്റിങ്ങിന് ശേഷവും ഫ്ലോറ ഹോട്ടൽസിലെ മെയിൻ അല്ലെങ്കിൽ ആ ഒരു ഫ്ലെയർ ഹോട്ടൽസിലെ ഏറ്റവും കൂടുതൽ ഓഹരികൾ കൈയാളുന്നത് അവർ തന്നെയായിരിക്കും. ഏകദേശം $100 ബില്യൺ എങ്കിലും ഇബിറ്റ പോസ്റ്റ് ചെയ്യാൻ കഴിവുള്ളവരാണ് ഫ്ലെയർ ഹോട്ടൽസ് എന്നാണ് അറിയുന്നത്. ലെമൺ ട്രീ ഏകദേശം ഇപ്പോഴത്തെ അവസ്ഥയിൽ 112 ഹോട്ടലുകളാണ് അവർക്കുള്ളത്. അടുത്ത് തന്നെ പുതിയ ബ്രാൻഡുകളൊന്നും തന്നെ ഏറ്റെടുക്കാൻ പദ്ധതിയില്ല എന്നും മാനേജ്മെൻറ്റ് പറയുന്നു. 88ഓളം പുതിയ ഹോട്ടലുകൾ അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. അതും കൂടി ഈ ഒരു 1.5 വർഷം കൊണ്ട് അവർ പൂർത്തിയാക്കും എന്നാണ് അറിയുന്നത്. ഏതായാലും Tier 2, Tier 3 സിറ്റികളിൽ പ്രസൻസ് ഉള്ള ഏറ്റവും നല്ല 3 സ്റ്റാർ മുതൽ അങ്ങോട്ടുള്ള ഹോട്ടലുകളിൽ ബ്രാൻഡായിട്ട് ലെമൺ ട്രീ വളർന്നു കഴിഞ്ഞു. ഇപ്പോൾ അവർക്ക് 7 ബ്രാൻഡുകളാണ് ഉള്ളതെന്ന് അവർ പറയുന്നു. ഓർണിക്ക, അതുപോലെ തന്നെ ലെമൺ ട്രീ പ്രീമിയർ, ലെമൺ ട്രീ ഹോട്ടൽസ് റെഡ് ഫോക്സ്, ലെമൺ ട്രീ ഹോട്ടൽസ് ഉണ്ട്, ലെമൺ ട്രീ റെഡ് ഫോക്സ്, ലെമൺ ട്രീ കീ പ്രൊമൈസസ്, ലെമൺ ട്രീ കീ സെലക്ട്, അതുപോലെ തന്നെ കീ ലൈറ്റ്, അങ്ങനെ പല ബ്രാൻഡുകളിലാണ് അവരുടെ കാണുന്നത്. 3 സ്റ്റാർ മുതൽ അങ്ങോട്ടാണ് അവർക്കുള്ള ഹോട്ടലുകളൊക്കെ തന്നെ. ഇവരുടെ റവന്യൂ സെഗ്മെൻറ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം 75%, 75% ഇവരുടെ റവന്യൂ വരുന്നത് ബിസിനസ് ട്രാവലേഴ്സിൽ നിന്നാണ്. ബിസിനസ് പരമായിട്ട് ട്രാവൽ ചെയ്യുന്നവരിൽ നിന്നുള്ള റവന്യൂ ആണ് വരുന്നത്. 25 മുതൽ 30% വരെ മാത്രമാണ് സാധാരണ ലക്ഷർ ട്രാവലേഴ്സിൽ നിന്നുള്ള വരുമാനം ഇവർക്ക് കിട്ടുന്നത്. 40% ഇവരുടെ ഹോട്ടലുകളും Tier 2, Tier 3 സിറ്റികളിലാണ് ഉള്ളത്. ഇതിന് മാത്രമല്ല അവർക്ക് 3 ഇൻ്റർനാഷണൽ ഡെസ്റ്റിനേഷനിലും കൂടി ഹോട്ടലുകൾ തുറന്നിട്ടുണ്ട്. ഒന്ന് ദുബായിയാണ്, ഒന്ന് നേപ്പാൾ, അതുപോലെ തന്നെ ഒന്ന് ഭൂട്ടാൻ. 2019 ദുബായിൽ സ്റ്റാർട്ട് ചെയ്തത്, 2020 ഭൂട്ടാനിൽ സ്റ്റാർട്ട് ചെയ്തത്, 2024 അവർ അവസാനമായിട്ട് നേപ്പാളിൽ ഹോട്ടലുകൾ ആരംഭിച്ചിരിക്കുന്നത്. ഏതായാലും ലെമൺ ട്രീ ഹോട്ടൽ നമ്മൾ ഡൗൺ സൈഡിൽ എൻട്രി ചെയ്ത സ്റ്റോക്കാണ്. നമ്മുടെ യൂട്യൂബ് വഴിയും ഞാൻ പലപ്പോഴായിട്ട് റെക്കമെൻഡ് ചെയ്തൊരു സ്റ്റോക്ക് കൂടിയാണ്. നമ്മുടെ അടുത്ത ടാർഗറ്റ് 170 മുകളിലാണ് ലെമൺ ട്രീക്കുള്ളത്. കറക്ഷൻസിൽ എൻട്രി ചെയ്യുക. ഇപ്പോൾ മാർക്കറ്റിൽ ഓൾറെഡി റാലി വന്ന സ്ഥിതിക്ക് ലെമൺ ട്രീ നല്ല രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ബിസിനസ് അപ്ഡേറ്റ് വന്നത് ആസ്റ്റർ DM ഹെൽത്ത് കെയർ ആണ്. ഈ ഒരു വീഡിയോ ഞാൻ പ്രത്യേകമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ഫോളോ ചെയ്യുന്നവർക്കറിയാം. ആസ്റ്റർ DM ഹെൽത്ത് കെയർ അവരുടെ ഒരു മർജർ നടക്കാൻ പോവാണ്. ബ്ലാക്ക് ഇന്ത്യയിലെ ബ്ലാക്ക് സ്റ്റോൺ ബാക്കപ്പ് ചെയ്യുന്ന അവരുടെ ക്വാളിറ്റി കെയറിൽ ലയിക്കാൻ പോവുകയാണ്. അതിനുള്ള സിഗ്നൽ, അതായത് അതിനുള്ള ഗ്രീൻ സിഗ്നൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കമ്പനി മാനേജ്മെൻറ്റ് കഴിഞ്ഞ ആഴ്ച അറിയിച്ചത്. അപ്പോൾ അതുവഴി ഇനി ആസ്റ്റർ DM ക്വാളിറ്റി കെയർ എന്നാണ് അറിയപ്പെടുക. ഈ ഒരു ആസ്റ്റർ DM ക്വാളിറ്റി കെയർ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് ആസ്റ്ററിൻ്റെ പ്രൊമോട്ടറും അതുപോലെ തന്നെ ബ്ലാക്ക് സ്റ്റോണിൻ്റെ പ്രൊമോട്ടേഴ്സും കൂടി ആയിരിക്കും. ഏകദേശം ഇവർക്ക് രണ്ടുപേർക്കും കൂടി ഇനി ഏകദേശം 33ഓളം ഹോസ്പിറ്റൽസ് ഉണ്ടാകും. 10,150ഓളം ബെഡുകൾ 27 സിറ്റികളിലായിട്ടാണ് ഇതിനി എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത്. എക്സ്പാൻഡ് അല്ല, ഓൾറെഡി പ്രസൻസ് ഉള്ളത്. ഈ ഒരു മർജറോട് കൂടി ആസ്റ്റർ DM ഹെൽത്ത് കെയറും അതുപോലെ തന്നെ ക്വാളിറ്റി കെയറും മെർജ് ചെയ്യുന്നതോടുകൂടി ആസ്റ്റർ ക്വാളിറ്റി കെയറിന് ഇന്ത്യയിലെ ടോപ്പ് 3 ഹോസ്പിറ്റൽ ചെയിൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒന്നായിട്ട് ഇവർക്ക് വളരാൻ സാധിക്കുമെന്നാണ് മാനേജ്മെൻറ്റ് പറയുന്നത്. അതിന് പുറമെ ആസ്റ്ററിന് മാത്രമായിട്ട് ഇപ്പോൾ 5128ഓളം ബെഡുകളാണുള്ളത്. 19 ഹോസ്പിറ്റൽസും അതുപോലെ തന്നെ 13 ക്ലിനിക്കുകളും
ആയിട്ട് 55ഓളം സിറ്റികളിലാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്പൈൻഡ് എൻറ്റിറ്റി വരുന്നതോടുകൂടി 4ഓളം ബ്രാൻഡുകളാണ് ഈ ഒരു ഹോസ്പിറ്റൽ ചെയിൻ ഉണ്ടാവുക. ആസർ DM, അതുപോലെ തന്നെ കെയർ ഹോസ്പിറ്റൽസ്, കിംസ് ഹെൽത്ത് കെയർ, അതുപോലെ തന്നെ എവർ കെയർ, ഇങ്ങനെയുള്ള 4 ബ്രാൻഡുകളിലായിട്ടാണ് ഈ ഹോസ്പിറ്റൽ ബ്രാൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കിടപിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പായിട്ട് ആസ്റ്റർ ഹെൽത്ത് കെയർ വന്നു. നമ്മൾ ഓൾറെഡി, ഞാൻ അങ്ങനെ എല്ലാ സ്റ്റോക്കുകളും പറയുന്നതല്ല, പലപ്പോഴായിട്ട് നമ്മളിത് ഡൗൺ സൈഡിലും അപ്പ് സൈഡിലും ഒക്കെ തന്നെ പറഞ്ഞിരിക്കുന്ന ഓഹരികളാണ്. അതുകൊണ്ടാണ് അതുമായിട്ട് വരുന്ന ബിസിനസ് അപ്ഡേറ്റ്സുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. മാർക്കറ്റ് മാഗ്നറ്റിലും അതുപോലെ തന്നെ നമ്മുടെ സ്വിംഗ് സ്കിങ്ങിലും ഒക്കെ തന്നെ ആസ്റ്റർ DM കെയർ കൃത്യമായിട്ടുള്ള ബൈ ലെവലുകൾ പറഞ്ഞുകൊണ്ട് വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് മെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ലോങ് ടേമിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഇപ്പോഴും ആസ്റ്റർ DM ഹെൽത്ത് കെയർ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓഹരി തന്നെയാണ്. സോ ലെവലുകൾ നോക്കുക. കൃത്യമായിട്ടുള്ള ടെക്നിക്കൽ ലെവൽസ് നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ആ സമയത്ത് നമുക്ക് ഹോസ്പിറ്റൽ ചെയിനുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് നോക്കാൻ പറ്റുന്ന ഒരു സ്റ്റോക്കായിട്ട് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ വാദിലാൽ ഇൻഡസ്ട്രീസ് ഇന്ത്യയിലെ 2ാമത്തെ ഏറ്റവും വലിയ ഐസ്ക്രീം ബ്രാൻഡാണ്. അതുപോലെ തന്നെ ഈ കോൺ ഐസ്ക്രീം, അതുപോലെ തന്നെ കപ്പ് ഐസ്ക്രീം, ആൻറ്റി ഐസ്ക്രീം, ഇതിലൊക്കെ തന്നെ ഏറ്റവും വലിയ ടോപ്പ് പ്ലെയർ ആണെന്ന് പറയാം. ഇന്ത്യയിലെ മൊത്തം ഓർഗനൈസ്ഡ് ഐസ്ക്രീം മാർക്കറ്റിലെ 16% മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് വാദിലാൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. നമ്മൾ 4000 മുതൽ സജസ്റ്റ് ചെയ്താണ്, ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു 6200 വരെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി അപ്സൈഡ് ബാക്കിയുണ്ട്. 6000 മുതൽ ഒരു 7000 വരെയൊക്കെ പോകാനുള്ള സാധ്യത, 6800, 1900, 7000 വരെയൊക്കെ പോകാനുള്ള സാധ്യത വാദിലാൽ ഇൻഡസ്ട്രീസിൽ കാണുന്നു. പക്ഷേ വോളറ്റൈലായിട്ടുള്ളൊരു സ്റ്റോക്കാണ്. വളരെ പെട്ടെന്നായിരിക്കും ഇതിൻ്റെ മൂവ്മെൻറ്റും, അതുപോലെ തന്നെ കുറച്ച് ദിവസം ചിലപ്പോൾ അനങ്ങാതിരുന്നെന്ന് വരാം. അതിന് ശേഷം ഒരു മൂവ് കിട്ടാം. സോ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ആ ഒരു പേഷ്യൻസോടുകൂടി കാണിച്ച് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. മറ്റൊന്ന് മ്യൂച്വൽ ഫണ്ട് ഡാറ്റ 2024-25 സാമ്പത്തിക വർഷം വന്നിട്ടുണ്ട്. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇത്രയും ശക്തമായുള്ള ഒരു കാരണം, ഇത്രയും FII സെല്ലിംഗ് വന്നിട്ടും ഇന്റർനാഷണൽ ഗ്ലോബൽ ഇവൻസുകളൊക്കെ വന്നിട്ടും ഇന്ത്യൻ മാർക്കറ്റ് വോളറ്റൈലായിട്ട് നിൽക്കാൻ സാധ്യത, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ സാധ്യത നമ്മുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രസൻസ് തന്നെയാണ്. അവരുടെ കയ്യിലേക്ക് ക്യാഷ് എത്തിക്കുന്നത് SIPയുടെ രൂപത്തിലും മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ്മെൻറ്റ് രൂപത്തിലും നമ്മുടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഡാറ്റ 2024-25 വന്നിരിക്കുന്നത് വളരെ റെക്കോർഡ് ഇൻഫ്ലോ ആണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ വർഷം നോക്കുന്ന സമയത്ത് ഏകദേശം 85,000 കോടിയോളം പുതുതായിട്ട് പൈസ ഇതിലേക്ക് വന്നിട്ടുണ്ട്. 70ഓളം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 70ഓളം ഇക്വിറ്റി ഫണ്ടുകളിലേക്ക്, എക്സിസ്റ്റിംഗ് ഫണ്ടുകളിലേക്ക് കൂടുതലായിട്ട് ഫണ്ട് വന്നു. 145ഓളം പുതിയ സ്കീമുകൾ വന്നു. ടോട്ടൽ ഫണ്ട് ഏകദേശം 614 മുകളിലേക്ക് പോയി കഴിഞ്ഞു. ഒക്ടോബർ മുതൽ ഇങ്ങോട്ട് മാർക്കറ്റ് ക്രാഷ് ആണെങ്കിലും ന്യൂ ഫണ്ട് ഓഫറൊക്കെ കുറച്ച് ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ SIP ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. കുറച്ച് ഫോൾ വന്നിട്ടുണ്ട്, സത്യം തന്നെയാണ്. പക്ഷേ SIPയുടെ മന്ത്ലി കഴിഞ്ഞ സാമ്പത്തിക വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 20,000 കോടി രൂപയായിരുന്നു മന്ത്ലി SIP ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് ഏകദേശം 26,000 കോടി രൂപയിലേക്ക്, ഒരു മാസം 26,000 കോടി രൂപ SIPയുടെ രൂപത്തിൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുതന്നെ ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 65.7 ട്രില്യണിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. 23% വർധനവാണ് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിൽ, കമ്പനികളുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിൽ കഴിഞ്ഞ തൊട്ട് മുന്നത്തെ സാമ്പത്തിക വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത്. അതുപോലെ ഡെറ്റ് ഫണ്ടുകളിലും വളരെയേറെ പ്രിയം വന്നിരിക്കുന്ന ഒരു വർഷമായിരുന്നു ഇത്. ഏകദേശം 1.4 ട്രില്യൺ ഇന്ത്യൻ റുപ്പീസാണ് ഡെറ്റ് ഫണ്ടുകളിലേക്ക് മാത്രമായിട്ട് കൂടുതലായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. ഹൈബ്രിഡ് ഫണ്ടിലേക്കും 1.2 ട്രില്യൺ വന്നിട്ടുണ്ട്. ആവറേജ് SIP, അതായത് ഒരു മാസം ആവറേജ് ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക എന്ന് പറയുന്നത് SIP രൂപത്തിൽ 24,113 കോടി രൂപയായിട്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം കൂടി. അതിന് തൊട്ട് മുന്നത്തെ വർഷത്തെ ആവറേജ് SIP എന്ന് പറഞ്ഞാൽ 16,000 കോടി രൂപയായിരുന്നു. അപ്പോൾ നമുക്ക് ആലോചിക്കാം എത്രമാത്രം ഇൻവെസ്റ്റേഴ്സ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള, ഇക്വിറ്റിയിൽ മാത്രമല്ല വെറൈറ്റി ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്രൊഡക്റ്റുകളിൽ ഇൻവെസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അതൊരു തുടക്കമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിട്ട് 150 കോടിയിൽ ഇപ്പോഴും നമുക്ക് 20 കോടി താഴെ ഡിമാറ്റ് അക്കൗണ്ടുകൾ മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ 12,000 കോടിയിൽ താഴെ മാത്രമാണ് ആക്റ്റീവായിട്ടുള്ള ഡിമാറ്റ് അക്കൗണ്ട്സ് ഉള്ളത്. അപ്പോൾ എത്രമാത്രം പൊട്ടൻഷ്യൽ മുന്നോട്ട് നിൽക്കുന്നു. പുതിയ തലമുറ ഇനിയും വരുന്ന സമയത്ത് ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൻ്റെ ഗ്രോത്തിൻ്റെ പ്രോസ്പെക്ട്സ് തന്നെയാണ് ഇപ്പോഴും കാണിക്കുന്നത്. അതുപോലെ അവസാനമായിട്ട് പൂനാവാല ഫിൻകോർപ്പും കഴിഞ്ഞ ആഴ്ച ഒരു പ്രധാനപ്പെട്ട ഒരു ബിസിനസ് അപ്ഡേറ്റ് നടത്തുകയുണ്ടായി. അവർ ഗോൾഡ് ലോൺ ബിസിനസ്സിലേക്ക് വരുന്നു. പെട്ടെന്ന് തന്നെ സാങ്ഷൻ ആവുന്നത്, അതായത് 30 മിനിറ്റിനുള്ളിൽ ഗോൾഡ് ലോൺ പാസ്സാകുന്ന ഒരു സ്കീമുമായിട്ടാണ് ഗോൾഡ് ലോൺ രംഗത്തേക്ക് അവർ വരുന്നത്. സൈറസ് പൂനാവാലയാണ് ഇതിൻ്റെ പ്രൊമോട്ടറായിട്ടുള്ളത്. പ്രത്യേകിച്ചായിട്ട് അവർ പറയുന്നത് കമ്പനികൾക്കും അതുപോലെ തന്നെ വ്യക്തികൾക്കുമാണ് ഈ ഗോൾഡ് ലോൺ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അവരുടെ അഗ്രികൾച്ചർ എക്സ്പെൻസ് ആയാലും പേഴ്സണൽ റിക്വയർമെൻറ്റ്സിനും ബിസിനസ് എക്സ്പാൻഷനൊക്കെ തന്നെ അവർ ഗോൾഡ് ലോൺ കൊടുക്കുന്നു. ഗോൾഡിൻ്റെ ബാക്കപ്പാണ് ലോൺ കൊടുക്കാൻ പോകുന്നത്. നമുക്കറിയാം കഴിഞ്ഞ 2 ആഴ്ച RBIയുടെ പോളിസിയുടെ സമയത്താണ്
ഗോൾഡ് ലോൺ കമ്പനികളുടെ മുകളിൽ കുറച്ചുകൂടി കടിഞ്ഞാനിട്ടുകൊണ്ട് RBI കുറച്ച് നിയമങ്ങൾ പാസ്സാക്കിയത്. 75% മാത്രമാണ്, അല്ലെങ്കിൽ ഗോൾഡിൻ്റെ 75% വാല്യൂ മാത്രമേ ലോൺ കൊടുക്കാൻ പറ്റൂ. അങ്ങനെയുള്ള പല കാര്യങ്ങളും കൊണ്ടുവന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മുത്തൂറ്റ്, മണപ്പുറം ഒക്കെ തന്നെ നല്ല രീതിയിൽ ക്രാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സമയത്താണ് ഇവരുടെ എൻട്രി എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. 30 മിനിറ്റിനുള്ളിൽ മിനിമം അപ്രൂവൽ കൊണ്ട്, മിനിമം ഡോക്യുമെൻറ്റ്സ് കൊണ്ട്, മാക്സിമം മൾട്ടിപ്പിൾ പേ ഔട്ട് ഓപ്ഷൻസ് കൊടുത്തുകൊണ്ട് ലോണുകൾ കൊടുക്കുക എന്നുള്ളതാണ് കമ്പനി പറയുന്നത്. ഏകദേശം 400ഓളം ബ്രാഞ്ചുകൾ അടുത്ത ഒരു വർഷം കൊണ്ട് തുറക്കാനുള്ള പ്ലാനുകളും കമ്പനി കൊണ്ടുപോകും. അതിൽ പ്രധാനമായിട്ടും ടയർ 2, ടയർ 3 സിറ്റികളിലാണ് ഇവരും പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ടൈറ്റ് കോമ്പറ്റീഷൻ മുത്തൂറ്റിനും മണപ്പുറത്തിനൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ബാക്കപ്പാണ് പൂനാവാല ഫിൻകോർപ്പും വന്നിരിക്കുന്നത്. അതുതന്നെ കുറച്ച് ഫണ്ടമെൻ്റൽസും അതുപോലെ തന്നെ ടെക്നിക്കൽസും സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് മാംഗ്ലൂർ കെമിക്കൽസാണ്. മാംഗ്ലൂർ കെമിക്കൽസിന് സ്ട്രോങ് ആയിട്ടുള്ള Q3 റിസൾട്ടായിരുന്നു. ഏകദേശം പ്രൈസ് ടു ഏർണിങ്സ് 17.82 ഉള്ളത്. നെറ്റ് പ്രോഫിറ്റ് 57.39 കോടി രൂപയാണ് ഡിസംബറിൽ കമ്പനി രേഖപ്പെടുത്തിയത്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി അപ്സൈഡ് ഉണ്ട് ഈ സ്റ്റോക്കിൽ എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഡോൾഫിൻ ഓഫ്ഷോറും ഡീപ്പ് ഇൻഡസ്ട്രിയുടെ ഒരു ഭാഗമാണ്. അത് അണ്ടർ വാട്ടർ സർവീസുകളും ഇന്ത്യൻ ഓയിൽ ഗ്യാസ് ഇൻഡസ്ട്രിക്കൊക്കെ കൊടുക്കുന്ന അണ്ടർ വാട്ടർ സർവീസുകൾ കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അവർ പുതിയ പ്രൊജക്റ്റുകളൊക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ EPC പ്രൊജക്റ്റുകൾ അവർ എടുക്കുന്നുണ്ട്. കമ്പനി ജിൻഡാൽ ഡ്രില്ലിങ്ങുമായിട്ടുള്ള ടൈപ്പ് ഉണ്ട്, ആകാശ് എക്സ്പ്ലോറേഷൻ സർവീസ്, അങ്ങനെ പല കമ്പനികളുമായിട്ടും ഇവർക്ക് ടൈപ്പ് വന്നിട്ടുണ്ട്. സോ കഴിഞ്ഞ ഒരു വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലവാരം എന്ന് പറഞ്ഞാൽ 200 രൂപ വരെ ഈ സ്റ്റോക്ക് വരികയുണ്ടായി. അതിൽ നിന്ന് ഏകദേശം 330-340 റേഞ്ചിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 400 വരെ, 380 to 400 വരെയെങ്കിലും പോകാൻ സാധ്യതയുള്ളൊരു ഓഹരിയായിട്ടാണ് ഡോൾഫിൻ ഓഫ്ഷോറിനെയും കാണുന്നത്. ആസ്ട്രാസെനിക്ക ഫാർമ സെക്ടറിൽ നിന്നും നല്ല കമ്പനിയാണ്. അതുപോലെ തന്നെ കെമിക്കൽ അഗ്രി ബേസ്ഡ് ആയിട്ടുള്ള 2 കമ്പനികൾ വളരെ പ്രോമിസിംഗ് ആയിട്ട് തോന്നി. ഒന്ന് കോറമണ്ടൽ ഇൻ്റർനാഷണലും അതുപോലെ തന്നെ സുമിറ്റോമോ കെമിക്കൽസുമാണ്. കോറമണ്ടൽ ഇൻ്റർനാഷണൽ അവരുടെ ബിസിനസ്സിന് 2 മെയിൻ സെഗ്മെൻറ്റായിട്ട് നമുക്ക് വിലയിരുത്താം. ഒന്ന് ന്യൂട്രിയൻ്റ് ബിസിനസ്, അതുപോലെ തന്നെ അതേസമയം 85% റവന്യൂ വരുന്നത് ആ ഒരു സെഗ്മെൻറ്റിൽ നിന്നാണ്. അതുതന്നെ ക്രോപ്പ് പ്രൊട്ടക്ഷനുമായിട്ട് വന്നപ്പോൾ 15% റവന്യൂ. ഇതിൽ ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഫോസ്ഫേറ്റ് സെല്ലറാണ് ഇന്ത്യയിലെ. അതുതന്നെ ലാർജസ്റ്റ് സിംഗിൾ സൾഫർ ഫോസ്ഫേറ്റ് പ്രൊഡക്റ്റ് സെല്ലറാണ് ഇവർ. ഈ കമ്പനി 15% മാർക്കറ്റ് ഷെയർ ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഷെയർ 2300-400 നിലവാരത്തിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ള ഒരു കമ്പനിയായിട്ടാണ് കോറമണ്ടൽ ഇൻ്റർനാഷണൽ തോന്നുന്നത്. അതുപോലെ തന്നെ സുമിറ്റോമോ കെമിക്കൽസ് ലീഡിംഗ് പ്ലെയറാണ് ഇൻഡസ്ട്രിയിലെ, അതുപോലെ തന്നെ കെമിക്കൽ ഇൻഡസ്ട്രിയിലെ. അവരുടെ വളരെ വെറൈറ്റി ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ആണ്. കെമിക്കൽ പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ ഫോർമുലേഷൻ പ്രൊഡക്ട്സും ഒക്കെ തന്നെ അതും നല്ല രീതിയിൽ അപ്സൈഡ് പോകാൻ സാധ്യതയുണ്ട്. ഏകദേശം 550-600 പോകാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളായാണ് സുമിറ്റോമോ. നിങ്ങൾ കൃത്യമായിട്ടും ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുക. ഞാൻ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ആസ്ട്രാസെനിക്ക, അതുപോലെ തന്നെ സൺഫാർമക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ ആഴ്ച ഫുഡ് ആൻഡ് ഡ്രഗ് കൺട്രോളിൽ നിന്നും വരികയുണ്ടായി. അതിൽ പറയുന്നത്, അതിൻ്റെ അപ്ഡേറ്റ്സ് ഇങ്ങനെയാണ്. അതായത് ആ ഡ്രഗിൻ്റെ പേര് റിവാക്സോക്രാബൻ ടാബ്ലറ്റ്സ് എന്നാണ്. 2.5 mg. അത് ഏകദേശം ഈക്വലൻ ടു ലിസ്റ്റഡ് ഡ്രഗ് ആയിട്ടുള്ള RLD എക്സ്ലോറാക്ടെക്സ് 2.5 mg ജെൻസീൻ ഫാർമസ്യൂട്ടിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മാർക്കറ്റിലുള്ള ടാബ്ലറ്റുമായിട്ട് ഈക്വലാണ്. അതിൻ്റെ ലോജിക്കൽ നെയിംസ് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ എനിവേ US ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു സെയിൽ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതായത് USDയുടെ 447 മില്യൺ സെയിലാണ് അവർ അടുത്ത ഒരു 12 മാസം കൊണ്ട് ഈ ഒരു ഫെബ്രുവരി 2025 മുതൽ അങ്ങോട്ടേക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഏതായാലും അരബിന്ദോ ഫാർമയെ സംബന്ധിച്ചിട്ടും USFDO ഈ ഒരു പർട്ടിക്കുലർ ഡ്രഗിൽ വന്നിരിക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് കാണുന്നത്. അത് ഇപ്പോൾ 1000 രൂപക്കാണ് സൺഫാർമയുള്ളത്. 1100 നിലവാരത്തിലാണുള്ളത്. എനിക്ക് തോന്നുന്നു സൺഫാർമയുടെ ഒരു വാല്യൂഷൻ വെച്ചിട്ട് ഏകദേശം 1300-1400 ലോങ് ടേമിൽ പോകേണ്ട ഒരു സ്റ്റോക്കാണ്. പടിപടിയായിട്ട് നിങ്ങൾ നോക്കിയാലും മനസ്സിലാവും. വളരെ സ്ട്രോങ് ആയിട്ട് പടിപടിയായിട്ട് കയറി വരുന്നൊരു സ്റ്റോക്കായിട്ടാണ് അരബിന്ദോ ഫാർമ ചെയ്യുന്നത്. നമ്മുടെ പല സ്റ്റോക്കുകളും നമ്മൾ ശ്രീറാം ഫിനാൻസ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല നമ്മുടെ മോത്തിലാൽ ഒസ്വാൾ ഫിനാൻസ്, അങ്ങനെ പല നല്ല ഫണ്ടമെൻ്റൽ പിക്കുകളും നമ്മൾ വീക്കിലി വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ 3 സ്റ്റോക്കുകൾ ഇവിടെ പറഞ്ഞു. ഇനിയിപ്പോൾ ഒരു ഫണ്ടമെൻ്റൽ പിക്കുമായിട്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ വന്നത്. പക്ഷേ സമയം നമുക്ക് ഓൾറെഡി 30 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. പല ആൾക്കാർക്കും ക്ഷമയുണ്ടാവില്ല, പല ആൾക്കാരും വീഡിയോ ലെങ്തായി പോകുന്നു എന്നുള്ള പരാതി ഞാൻ എപ്പോഴും കേൾക്കുന്നതാണ്. വളരെ മോശമായിട്ടുള്ള ഭാഷയിൽ വീഡിയോ ലെങ്ത് ആവുന്നതിനെ പറ്റിയിട്ട് പറയുന്നത്. ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് ടൈം, അതുപോലെ തന്നെ ഇൻഫർമേഷനാണ് ഏറ്റവും നല്ല കാര്യങ്ങൾ. ഞാൻ ഒരു 10-24 വർഷമായിട്ട് മാർക്കറ്റിലുള്ള ഒരാളെന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ ന്യൂസുകളും ഇതുപോലുള്ള ഇൻഫർമേഷനും നമുക്ക് എവിടെ നിന്ന് ഗ്രാബ് ചെയ്യാൻ പറ്റുമോ അവിടെയാണ് നമ്മൾ കൂടുതൽ നമുക്ക് ലോങ് ടേമിൻ്റെ പൈസ ഉണ്ടാക്കാൻ സാധിക്കുക. അപ്പോൾ അതൊരു 30 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റോ കേട്ട് ക്ഷമയില്ലാത്തവർ ഇൻവെസ്റ്റ് ചെയ്യാൻ ശരിക്കും വളരെ ശ്രദ്ധിക്കണം. അവരുടെ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പൊർവ്യൂ. ഷോർട്ട് ടേമോ അല്ലെങ്കിൽ ട്രേഡിങ്ങോ ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് ഇൻഫർമേഷന് വില ഉണ്ടാവണമെന്നില്ല. പക്ഷേ
ലോങ് ടേമിൽ നിങ്ങൾ നല്ല കമ്പനികൾ കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എൻ്റെയൊക്കെ പേഴ്സണൽ പോർട്ട്ഫോളിയോ ഏറ്റവും കൂടുതൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് വഴിയും അതുപോലെ തന്നെ നല്ല കമ്പനികൾ ഇതുപോലെ പല സോഴ്സുകളിൽ നിന്നും ഇൻഫോർമേഷൻ കിട്ടിയും വായിച്ചും പഠിച്ചും ഇൻവെസ്റ്റ് ചെയ്ത കമ്പനികൾ വഴിയാണ്. അപ്പോൾ അതൊരു മോശമായിട്ട് കണക്കാക്കരുത്. 30 മിനിറ്റ് നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ഇൻഫോർമേഷൻ കിട്ടുന്നത് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് പോസിറ്റീവാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് വിമർശനം വളരെ രൂക്ഷമായ ഭാഷയിൽ ഒഴിവാക്കുക. ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ സ്വാഭാവികമായിട്ടും ഗണ്ണിക്കാം. അല്ലാതെ ഇൻഫർമേഷൻ ലെങ്ത്ത് കൂടിപ്പോയി അല്ലെങ്കിൽ ഞാനും കുറേ കൂടി വായിച്ചും പഠിച്ചിട്ടൊക്കെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇൻഫർമേഷൻ എത്തിച്ചേരുന്നത്. അപ്പോൾ അതിനുള്ള ജസ്റ്റ് ഒരു ഡീസൻസി, നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചെയ്യാം. പക്ഷേ രൂക്ഷമായ വിമർശനം ചെയ്യുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. റിക്വസ്റ്റാണ്, വേറൊന്നുമല്ല. അപ്പോൾ നല്ലൊരു വീക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല ഫണ്ടമെൻ്റൽ പിക്ക് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് വീഡിയോ എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്ക് ഞങ്ങളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.